പ്രൈസ് ദി ലോർഡ്. JCNDSDയുടെ യൂട്യൂബ് ചാനലിലും ഫേസ്ബുക്ക് ഗ്രൂപ്പിലും JCNDSDയുടെ വാട്സാപ്പ് ഗ്രൂപ്പിലുമായി ദൈവത്തിൻ്റെ വചനം കേൾക്കുന്നവരായ ക്രിസ്തുവിൽ ബഹുമാന്യ സഹോദരി സഹോദരന്മാരെ, കർത്താവിൻ്റെ ദാസന്മാരെയും ഈ രാത്രിയിൽ വേഗം വരുന്നവനായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ വന്ദനം ചൊല്ലുന്നു. അനുഗ്രഹിക്കപ്പെട്ട ഈ സന്ധ്യാവേളയിൽ ചില ആഴ്ചകളുടെ ഇടവേളയ്ക്ക് ശേഷം വീണ്ടും നിത്യജീവ മൊഴികൾ എന്ന പ്രസംഗ പരമ്പരയിൽ അല്പം ചില കാര്യങ്ങൾ തിരുവെഴുത്തിൽ നിന്നും ആലോചിക്കേണ്ടതിനും ചിന്തിക്കേണ്ടതിനുമായി സമയങ്ങൾ ഒരുക്കി തന്ന കർത്താവിന് കോടി സ്തോത്രം പറയുന്നു. ഒപ്പം നിത്യജീവ മൊഴികൾ പ്രസംഗ പരമ്പരയിൽ സമയം വേർതിരിച്ചെന്ന കർത്താവിൻ്റെ വിലയേറിയ വിശുദ്ധദാസന്മാർക്കും ഒരിക്കൽ കൂടി നന്ദി അറിയിക്കുകയാണ്. ഈ രാത്രിയിൽ ചില കാര്യങ്ങൾ സമയത്തിൻ്റെ പരിമിതിയിൽ ഉള്ളിൽ നിന്നുകൊണ്ട് തന്നെ സംസാരിക്കാനായി താല്പര്യപ്പെടുന്നതിൻ്റെ വിഷയം എന്തെന്നാൽ, ദൈവത്തിൻ്റെ തിരുവെഴുത്തെല്ലാം പുത്രത്വത്തെക്കുറിച്ച് ആധികാരികമായി കാണുന്ന ചില വേദഭാഗങ്ങൾ മാത്രം വായിച്ച് ആ വിഷയത്തിലേക്ക് കടക്കുവാൻ ദൈവസന്നിധി താല്പര്യപ്പെടുന്നില്ല. വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ റോമക്കാർക്ക് എഴുതിയ ലേഖനം 8-ാമത്തെ അധ്യായം അതിൻ്റെ 14-15 തിരുവചനങ്ങൾ ഒന്ന് പ്രാരംഭമായിട്ട് വായിച്ച് നമുക്ക് ചില കാര്യങ്ങൾ ചിന്തിക്കാനായി ദൈവസന്നിധി സമയത്ത് കണ്ടെത്താം. വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ റോമക്കാർക്ക് എഴുതിയ ലേഖനം അതിൻ്റെ 8-ാമത്തെ അധ്യായം 14-15 വാക്യങ്ങൾ ഇപ്പോൾ നമുക്ക് വായിക്കാം. ദൈവാത്മാവ് നടത്തുന്നവർ ഏവരും ദൈവത്തിൻ്റെ മക്കൾ ആകുന്നു. നിങ്ങൾ പിന്നെയും ഭയപ്പെടേണ്ടതിന് ദാസ്യത്തിൻ്റെ ആത്മാവിനെയല്ല, നാം അബ്ബാ പിതാവേ എന്ന് വിളിക്കുന്ന പുത്രത്വത്തിൻ്റെ ആത്മാവിനെ എത്ര പ്രാപിച്ചത്. പ്രൈസ് ദി ലോർഡ്. നമുക്കറിയാം, ഏദൻ പറുദീസയിൽ ദൈവം 5 ദിവസങ്ങൾ കൊണ്ട് പ്രപഞ്ച സൃഷ്ടി പൂർത്തിയാക്കിയതിനു ശേഷം 6-ാം ദിവസം തൻ്റെ തന്നെ ഛായയിലും സ്വരൂപത്തിലും ഇൻ ദ ഇമേജ് ആൻഡ് ലൈക്ക്നെസ് ഓഫ് ഗോഡ് ക്രിയേറ്റഡ് മാൻ എന്നാണ് നാം വായിക്കുന്നത്. അപ്പോൾ ദൈവത്തിൻ്റെ സ്വരൂപം, ദൈവത്തിൻ്റെ ഛായ, ഇതിൽ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചു. ആ മനുഷ്യനെക്കുറിച്ച് വിശുദ്ധ ലൂക്കോസ് 3-ാമത്തെ അധ്യായം 37-ാമത്തെ വാക്യത്തിൽ ഇപ്രകാരം എഴുതിയിരിക്കുന്നു: ആദാം ദൈവത്തിൻ്റെ മകൻ. അപ്പോൾ ദൈവം തൻ്റെ രൂപത്തിലും സാദൃശ്യത്തിലും മെനഞ്ഞവനായ ആദാമിനെ സംബന്ധിച്ച് ദൈവവചന എഴുത്തുകാരനായ ലൂക്കോസ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ദൈവത്തിൻ്റെ മകൻ എന്ന് വെച്ചാൽ ആദാം ദൈവത്തിൻ്റെ മകൻ, ദൈവം ആദാമിൻ്റെ പിതാവ്. ആദ്യത്തെ മനുഷ്യൻ പാപമില്ലാത്തവനായി ഒരു പരിപൂർണ സൃഷ്ടിയായി ദൈവത്തിൻ്റെ തേജസ്സിൻ്റെ ഭാഗമായി സൃഷ്ടിക്കപ്പെട്ടു. പൗലോസ് റോമക്കാർക്ക് ലേഖനം എഴുതിക്കൊണ്ട് ഇപ്രകാരം പറയുന്നു: നാം എല്ലാവരും പാപം ചെയ്ത് ഒരുപോലെ ദൈവ തേജസ് ഇല്ലാത്തവരായി തീർന്നു. അതിൻ്റെ അർത്ഥം ദൈവ തേജസ് ഇല്ലാത്തവർ എന്നല്ല, ഇല്ലാത്തവരായി തീർന്നു. ഏക മനുഷ്യൻ്റെ ലംഘനത്താൽ, ആദാം എന്ന ഒരു മനുഷ്യൻ്റെ ലംഘനത്താൽ സകല മനുഷ്യരിലും ദൈവ തേജസ് ഇല്ലാതെയായി തീർന്നു എന്ന് മാത്രമല്ല, എല്ലാ മനുഷ്യരിലും ഒരുപോലെ മരണം കുടികൊണ്ടുവാണു. സോ മരണത്തിന് അധികാരിയായി, എറ്റേണൽ സെപ്പറേഷൻ ഫ്രം ഗോഡ്, ദൈവത്തിൽ നിന്നും ഉള്ള നിത്യമായ വേർപാട് ഏറ്റുവാങ്ങിക്കൊണ്ടാണ് ആദാമിൽ നിന്ന് ഇന്ന് വരെ ഈ ഭൂമി നിറഞ്ഞു വസിക്കുന്ന സകല മനുഷ്യരും പാപപങ്കിലമായ ശരീരത്തോടുകൂടി ആത്മാവോടുകൂടിയാണ് ഈ ലോകത്തിലേക്ക് കടന്നു വന്നുകൊണ്ടിരിക്കുന്നത്. നാം എല്ലാവരും അങ്ങനെ തന്നെ കടന്നു വന്നവരാണ്.
എന്നാൽ സ്നേഹസ്വരൂപനായ ദൈവം നമ്മളോടുള്ള തൻ്റെ അദമ്യമായ സ്നേഹനിമിത്തം നമ്മളെ വീണ്ടെടുക്കേണ്ടതിന് തയ്യാറാക്കിയ പ്ലാനും പദ്ധതിയുമാണ് ജഡമെടുത്ത് ഈ ലോകത്തിലേക്ക് വന്ന് പാവത്തിൻ്റെ അധികാരത്തിൻ്റെ കീഴിൽ നിന്നും മരണത്തിൻ്റെ അധികാരിയായ പിശാചിൻ്റെ ദാസ്യത്തിൽ നിന്നും അടിമത്തത്തിൽ നിന്നും നമ്മെ വില കൊടുത്തു വാങ്ങി നാം പുത്രത്വം പ്രാപിക്കണം എന്നുള്ളത്. അതിനായിട്ടാണ് വരുവാനുള്ളവൻ്റെ പ്രതിരൂപമായി ആദാം സൃഷ്ടിക്കപ്പെട്ടത്. നമുക്കറിയാം, വരുവാനുള്ളവൻ അവൻ ക്രിസ്തുവാണ്. ക്രിസ്തു എന്നാൽ ദൈവത്തിൻ്റെ ജഡ പ്രത്യക്ഷതയാണ്. കൊളോസ്യ ലേഖനം 1-15 നാം പഠിക്കുന്നത്, അവൻ അദൃശ്യനായ ദൈവത്തിൻ്റെ പ്രതിമ എന്നാണ്. ഹീ ഈസ് ദ ഇമേജ് ഓഫ് ദ ഇൻവിസിബിൾ ഗോഡ്. യേശു പറഞ്ഞു, ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല. ആരും ഒരു നാളും കണ്ടിട്ടില്ലാത്ത ആ ദൈവത്തെ മനുഷ്യർക്ക് കാണുന്ന രീതിയിൽ ജഡത്തിൽ പ്രത്യക്ഷമാക്കിയതാണ് ക്രിസ്തു. ക്രിസ്തു എന്ന് വെച്ചാൽ മനുഷ്യർ കണ്ടിട്ടില്ലാത്ത ദൈവം മനുഷ്യരോടുള്ള സ്നേഹത്തെ നിറവേറ്റേണ്ടതിന് മനുഷ്യനെ പാപത്തിൻ്റെ ചെങ്ങലയിൽ നിന്നും പാപം എന്ന നിത്യമായ മരണത്തിൽ നിന്നും സ്വതന്ത്രരാക്കി നാം വീണ്ടും ദൈവത്തെ പിതാവേ അല്ലെങ്കിൽ അപ്പ എന്ന് വിളിക്കുവാൻ ഉള്ള ഗിഫ്റ്റ്, ദാനം നമുക്ക് നൽകേണ്ടതിന് ലോകത്തിൽ വെളിപ്പെട്ടു വന്നതാണ് ക്രിസ്തുവിൽ ദൈവം. 2 കൊരിന്ത്യർ 5-19 നാം ഇങ്ങനെ വായിക്കുന്നത്, അതായത് ദൈവം ക്രിസ്തുവിൽ ലോകത്തെ തന്നോട് നിരപ്പിച്ചു. അപ്പോൾ ദൈവം മനുഷ്യനെ തന്നോട് ഐക്യപ്പെടുത്തേണ്ടതിന് വേണ്ടി ക്രിസ്തുവിൽ പ്രത്യക്ഷമായി ക്രിസ്തു എന്ന ശരീരത്തിൽ വസിച്ചുകൊണ്ട് ആ ശരീരത്തെ നമുക്കായി തകർത്തുകൊണ്ട് അതിനുള്ളിൽ രക്തം നമുക്കായി ചീന്തിക്കൊണ്ട് നമ്മുടെ പാപത്തിൻ്റെ പരിഹാരമായ രക്തം ജീവൻ മാംസത്തിൻ്റെ രക്തത്തിൽ നിന്ന് ലേവ്യർ 17:11-14 വരെയുള്ള വാക്യത്തിൽ നാം വായിക്കും. മനുഷ്യ മാംസത്തിൽ പാപം ചെയ്യപ്പെട്ട് മനുഷ്യൻ ദൈവ തേജസ് ഇല്ലാത്തവനായി മരണത്തിന് അധികാരിയായ പിശാചിൻ്റെ അടിമത്തത്തിലായി മരണത്തെ വരിച്ചുകൊണ്ട് ലോകത്തിൽ വന്നപ്പോൾ മരണത്തിൻ്റെ അധികാരത്തിൽ നിന്നും പിശാചിൻ്റെ അടിമത്തത്തിൽ നിന്നും നമ്മെ വീണ്ടെടുക്കേണ്ടതിന് രക്തം, പാപമില്ലാത്ത നിഷ്കളങ്ക രക്തം, ക്രിസ്തു തൻ്റെ രക്തം ചീന്തിക്കൊണ്ട് നമ്മെ വീണ്ടെടുക്കേണ്ടതിന് ലോകത്തിൽ വെളിപ്പെട്ടു വന്നു. പ്രൈസ് ദി ലോർഡ്. ഇപ്രകാരം ദൈവത്തിൻ്റെ വചനത്തിൽ നാം വായിക്കുന്നത് എഫേസ്യ ലേഖനം അതിൻ്റെ 2-ാമത്തെ അധ്യായത്തിൻ്റെ ചില ഭാഗങ്ങൾ നമുക്ക് വായിക്കാം. അത് ഇങ്ങനെയാണ്. 2-ാമത്തെ വാക്യം, കരുണാസമ്പന്നനായ ദൈവമോ നമ്മെ സ്നേഹിച്ച മഹാസ്നേഹം നിമിത്തം അതിക്രമങ്ങളാൽ മരിച്ചവരായിരുന്ന നമ്മെ ക്രിസ്തുവിനോടുകൂടെ ജീവിപ്പിക്കുകയും കൃപയാലത്തെ നിങ്ങൾ രക്ഷിക്കപ്പെട്ടിരിക്കുന്നു. ക്രിസ്തുയേശുവിൽ നമ്മെക്കുറിച്ചുള്ള വാത്സല്യത്തിൽ തൻ്റെ കൃപയുടെ അത്യന്ത ധനത്തെ വരും കാലങ്ങളിൽ കാണിക്കേണ്ടതിന് ക്രിസ്തുയേശുവിൽ അവനോടുകൂടെ ഉയർത്തെഴുന്നേൽപ്പിച്ച് സ്വർഗത്തിൽ ഇരുത്തുകയും ചെയ്തു. അപ്പോൾ കൃപാലുവായ ദൈവം, കരുണാസമ്പന്നനായ ദൈവം നമ്മളോടുള്ള തൻ്റെ അതിമഹത്തായ കാരുണ്യ നിമിത്തം നമ്മുടെ ലംഘനങ്ങളെ കണക്കിടാതെ ക്രൂസിൽ ചിന്തിയ രക്തത്തിൽ നമ്മോട് നിരപ്പിച്ചു എന്ന് തിരുവെഴുത്ത് നമ്മെക്കുറിച്ച് പറയുന്നു. നാം വായിച്ച കുറിവാക്യത്തിൻ്റെ 8-14-15 വാക്യം നാം വായിച്ചപ്പോൾ നമ്മൾ ഇങ്ങനെ വായിച്ചു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. 8-14, ദൈവാത്മാവ് നടത്തുന്നവർ ഏവരും ദൈവത്തിൻ്റെ മക്കളാകുന്നു. നാം ദൈവത്തിൻ്റെ മക്കളാണോ എന്ന് തിരിച്ചറിയണമെങ്കിൽ ദൈവത്തിൻ്റെ ആത്മാവാണ് നമ്മെ നയിക്കുന്നതെങ്കിൽ നാം ദൈവത്തിൻ്റെ സ്വഭാവമുള്ളവരായി മാറും. ദൈവത്തിൻ്റെ സ്വഭാവമുള്ള, ദൈവത്തിൻ്റെ മനസ്സല്യമുള്ള, ദൈവത്തിൻ്റെ ദയയുള്ള, ദൈവത്തിൻ്റെ അനുകമ്പയുള്ള, ദൈവത്തിൻ്റെ കാരുണ്യമുള്ള, ദൈവത്തിൻ്റെ കരുതലുള്ള ഒരേ സ്വഭാവം നാമും പുറപ്പെടുവിക്കുമെങ്കിൽ
നിശ്ചയമായും നാം ദൈവത്തിൻ്റെ മക്കളാണ് എന്ന് പറയുവാൻ കഴിയും. ഒരുവൻ ദൈവത്തിൻ്റെ മകനാണ്, ഞാൻ ദൈവമകനാണ് അല്ലെ ദൈവമക്കളാണ് എന്ന് പറയുകയും ഒരു ദൈവ പൈതലിന് ഉണ്ടായിരിക്കേണ്ടുന്നതായ ദൈവിക സ്വഭാവങ്ങൾ ഒന്നും തന്നെ ഇല്ലാതിരിക്കുകയും എല്ലാ തരത്തിലുള്ള കോപവും കലഹവും വ്യർത്ഥ ഭാഷണങ്ങളും അങ്ങനെ ഒരു ഭിന്നതയുടെയും കലക്കത്തിൻ്റെയും ആത്മാവിനെയാണ് പ്രവർത്തനമാണ് നമ്മൾ കാഴ്ചവെക്കുന്നതെങ്കിൽ നമുക്ക് ഒരിക്കലും അവകാശപ്പെടാൻ കഴിയില്ല ഞാൻ നടത്തപ്പെടുന്നത് ദൈവത്തിൻ്റെ ആത്മാവിനാൽ ആണ് എന്ന്. ദൈവത്തിൻ്റെ ആത്മാവിനാൽ നടത്തപ്പെടുന്നവരൊക്കെയും ക്രിസ്തുവിൻ്റെ മനസ്സല്ലുള്ളവരും ക്രിസ്തുവിൻ്റെ സ്വഭാവത്തെ വഹിക്കുന്നവരുമായിരിക്കുമെന്ന് തിരുവെഴുത്ത് വളരെ സ്പഷ്ടമായി നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. റോമർ 8:15 ഇംഗ്ലീഷിൽ നാം വായിക്കും, ഫോർ യു ഡിഡ് നോട്ട് റിസീവ് ദ സ്പിരിറ്റ് ഓഫ് സ്ലേവറി ടു ഫാൾ ബാക്ക് ഇൻ ടു ഫിയർ, ബട്ട് യു ഹാവ് റിസീവ്ഡ് സ്പിരിറ്റ് ഓഫ് അഡോപ്ഷൻ ആസ് സൺസ് ബൈ ഹോം വി ക്രൈ അബ്ബ ഫാദർ. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ബൈബിളിൽ പുതിയ നിയമത്തിൽ വ്യക്തമായി നാം ഈ വാക്യങ്ങൾ കാണുന്നത് 2 സ്ഥലങ്ങളിലാണ്. ഒന്ന് റോമാലേഖനം 8-ാം അധ്യായം അതിൻ്റെ 15-ാമത്തെ വാക്യത്തിലാണെങ്കിൽ, രണ്ടാമതായി നാം അത് കാണുന്നത് ഗലാത്യ ലേഖനം അതിൻ്റെ 4-ാമത്തെ അധ്യായം അതിൻ്റെ 6-ാമത്തെ തിരുവെഴുത്തിലാണ്. പ്രൈസ് ദി ലോർഡ്. ഗലാത്യർ 4-ാം അധ്യായം 6-ാമത്തെ തിരുവെഴുത്ത്. അവിടെയും നമുക്ക് വളരെ സ്പഷ്ടമായ ചില കാര്യങ്ങൾ കാണുവാനായിട്ട് കഴിയും. ഗലേഷ്യൻസ് ചാപ്റ്റർ 4-ന്റെ 5-ഉം 6-ഉം നാം വായിക്കാം. അവൻ ന്യായപ്രമാണത്തിന് കീഴുള്ളവരെ വിലയ്ക്ക് വാങ്ങിയിട്ട് നാം പുത്രത്വം പ്രാപിക്കേണ്ടതിന് തന്നെ നിങ്ങൾ മക്കൾ ആകൊണ്ട് അബ്ബ പിതാവേ എന്ന് വിളിക്കുന്ന സ്വപുത്രൻ്റെ ആത്മാവിനെ ദൈവം നമ്മുടെ ഹൃദയങ്ങളിൽ അയച്ചു. പ്രൈസ് ദി ലോർഡ്. അടുത്ത വാക്യം, അങ്ങനെ നീ ഇനി ദാസനല്ല പുത്രൻ എത്രേ, പുത്രനെങ്കിലോ ദൈവഹിതത്താൽ അവകാശിയും ആകുന്നു. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ നമുക്കറിയാം, യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായത്തിൽ അതിൻ്റെ 32-ാം വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു, പുത്രൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം വരുത്തിയാൽ നിങ്ങൾ സാക്ഷാൽ സ്വതന്ത്രരാകുന്നു എന്ന്. ഗലാത്യർ 5-ന്റെ 1 വായിക്കുന്നു, 5-ൽ 1 വായിക്കുകയാണ്, സ്വാതന്ത്ര്യത്തിനായിട്ട് ക്രിസ്തു നമ്മെ സ്വതന്ത്രരാക്കി, പിന്നെയും അടിമ നുഖത്തിൽ കുടുങ്ങിപ്പോകരുത്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ക്രിസ്തു നമുക്ക് നൽകിയ സ്വാതന്ത്ര്യം പാപത്തിൻ്റെ അടിമത്തത്തിൽ നിന്ന് മരണവഴിയിൽ നിന്ന് ജീവമാർഗത്തിലേക്ക് നമ്മെ ദൈവം വിടുവിച്ചുവെങ്കിൽ നാം ക്രിസ്തുവിൻ്റെ മനോഭാവമുള്ളവരും ക്രിസ്തുവിൻ്റെ ആത്മാവിനാൽ നയിക്കപ്പെടുന്നവരും ക്രിസ്തുവിൻ്റെ സ്വഭാവത്തെ സമൂഹത്തിൽ പകർത്തുന്നവരും കുടുംബത്തിൽ മുതൽ ഭാര്യാഭർത്തൃ ബന്ധം മുതൽ സഹോദര ബന്ധം മുതൽ വിശ്വാസത്തിൻ്റെ വഴികളിൽ വിശ്വാസത്തിൻ്റെ മായി ബന്ധപ്പെട്ട സഭാ പ്രവർത്തനങ്ങളിൽ കൂട്ടുവിശ്വാസികളുടെ നടുവിൽ എല്ലായിടത്തും ക്രിസ്തുവിൻ്റെ മനോഭാവത്തെ പ്രദർശിപ്പിക്കാൻ ഉള്ളവരാണ് വിളിക്കപ്പെട്ടിരിക്കുന്ന ഓരോ ദൈവത്തിൻ്റെ പൈതലും എന്നുള്ള കാര്യം നാം മറന്നു പോകരുത്. ഇവിടെ കർത്താവ് ഗലാത്യ ലേഖനത്തിൽ പറയുന്നത്, അതിൻ്റെ ഇവിടെ പറയുന്നത് 4-ാമത്തെ വാക്യം വായിക്കുമ്പോൾ, നാം ശിശുക്കളായിരുന്നപ്പോൾ ലോകത്തിൻ്റെ ആദ്യ പാഠങ്ങൾ കീഴടിമപ്പെട്ടിരുന്നു. ശിശുക്കൾ എന്ന് പറഞ്ഞാൽ നമുക്ക് സത്യത്തെക്കുറിച്ചുള്ള പരിജ്ഞാനമില്ലാതെ നാം പാരമ്പര്യ പ്രകാരമുള്ള ആരാധനാക്രമങ്ങളിലും വിശ്വാസത്തിലും നടക്കുകയും കർമ്മ അനുഷ്ഠാനങ്ങൾ കൊണ്ട് രക്ഷ പ്രാപിക്കാൻ കഴിയുകയും എന്ന് വിശ്വസിക്കുകയും അപ്രകാരം ഒക്കെ കാര്യങ്ങളെ ചെയ്യുകയും പാപപരിഹാരത്തിന് വേണ്ടി തീർത്ഥാടന കേന്ദ്രങ്ങൾ സന്ദർശിക്കുകയും അതുപോലെ മതം അനുശാസിക്കുന്ന പരിഹാര മാർഗങ്ങൾ ആണ്ടോടാണ്ട് ചെയ്യുകയും ചെയ്തു പോരുകയും അങ്ങനെ ചെയ്യുന്നത് വഴി നമുക്ക് സമാധാനവും സ്വസ്ഥതയും ദൈവത്തോട് നിരപ്പും ലഭിച്ചിരിക്കുന്നു എന്ന് അല്ലെങ്കിൽ ലഭിക്കും എന്നുള്ള ഒരു പ്രത്യാശയിൽ നാം നടക്കുകയും ചെയ്തു പോന്നിരുന്നു. എന്നാൽ അറിവില്ലായ്മയുടെ കാലത്ത് നാം അറിഞ്ഞിരുന്നില്ല അത്തരം കർമ്മങ്ങൾക്കും അനുഷ്ഠാനങ്ങൾക്കും യാതൊരുവിധ പാപമോചനമോ സ്വസ്ഥതയോ രക്ഷയോ നൽകുവാൻ കഴിയില്ല എന്ന് നമുക്ക് അന്ന് അറിയാൻ കഴിഞ്ഞിരുന്നില്ല. എന്നാൽ നാം തിരുവെഴുത്തുകളെ അറിയുവാൻ നമ്മുടെ പിതാവ് നമുക്ക് അവസരമൊരുക്കി തന്നപ്പോൾ തിരുവെഴുത്തുകളിൽ പ്രകാരം ഉള്ള രക്ഷ എപ്രകാരമാണ് ഒരു മനുഷ്യന് ലഭിക്കുകയെന്ന് തിരുവെഴുത്ത് പറയുന്നു. ഒരു മനുഷ്യൻ്റെ രക്ഷ കാൽവരി ക്രൂസിൽ
നമുക്ക് വേണ്ടി പാപയാഗമായി തകർക്കപ്പെട്ട ക്രിസ്തുവിൻ്റെ രക്തത്തിൽ ഉള്ള വിശ്വാസം, ആ മരണത്തിൽ ഉള്ള താതാത്മ്യം പ്രാപിക്കലാകുന്ന യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ യേശുക്രിസ്തുവിൻ്റെ ഒപ്പം മരിക്കുകയും അടക്കപ്പെടുകയും പുനരുദ്ധാനം ചെയ്യുകയും ചെയ്യുന്നതിൻ്റെ പ്രതീകാത്മകമായി കർത്താവായ യേശുക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവും കർത്താവും പിതാവും ആയി സ്വീകരിക്കുകയും യേശുക്രിസ്തുവിൻ്റെ കാൽവരി യാഗത്തിൽ ഐക്യപ്പെടുകയും യേശുക്രിസ്തു കാൽവരിയിൽ മരിച്ചപ്പോൾ അവൻ എനിക്ക് വേണ്ടി മരിച്ചുവെന്നും ഞാൻ പാപസംബന്ധമായി അവനോടുകൂടെ മരിക്കുന്നുവെന്ന് അവനോട് പ്രഖ്യാപിക്കുകയും അവനെ തൻ്റെ ദൈവവും പിതാവുമായി സ്വീകരിക്കുകയും അവൻ്റെ മരണത്തിൻ്റെ ഭാഗമായി അവൻ്റെ ശവസംസ്കാരത്തിൻ്റെ പ്രതീകമായി വെള്ളത്തിൽ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നാനമേറ്റ് അടക്കപ്പെടുകയും വെള്ളത്തിൽ നിന്ന് കയറി പുതിയ ജീവൻ്റെ മുതുക്കത്തിൽ ക്രിസ്തുവിനോടുകൂടെ നടക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിക്ക് മാത്രമാണ് പാപക്ഷമയും നിത്യജീവനും പുത്രത്വവും ലഭിക്കുന്നത്. എന്നാൽ നാം പുത്രത്വം ലഭിക്കാതിരിക്കുകയും പുത്രത്വം ഉണ്ട് എന്ന് നമ്മൾ നടിച്ചുകൊണ്ട് നടക്കുകയും ചെയ്യുന്നു. അതിനെ സംബന്ധിച്ച് നമുക്ക് ഒരു ഉറപ്പുമില്ല. ലോകത്തിലെ മതങ്ങളെ പരിശോധിച്ചാൽ രക്ഷയെ സംബന്ധിച്ച് വ്യക്തമായി നിർണയമുള്ള ഒരു മത സംവിധാനവും ലോകത്തിലില്ല. ഇത് പറയുമ്പോൾ ചില ആളുകൾ ക്രിസ്ത്യാനിറ്റിയിലേക്ക് ഉണ്ട് എന്ന് പറയുവാൻ പരിശ്രമിച്ചേക്കാം. തീർച്ചയായിട്ടുമുണ്ട്. ക്രിസ്ത്യാനിറ്റി ഒരു മതമല്ല, മറിച്ച് അത് ഒരു സംസ്കാരമാണ്, അതൊരു മാതൃകയാണ്, അതൊരു ജീവിത മാതൃകയാണ്. അതിനെ മതങ്ങളുടെ പട്ടികയ്ക്കുള്ളിൽ പെടുത്താൻ കഴിയുകയില്ല. കാരണം മതം എന്നത് അഭിപ്രായമാണ്. ആ അഭിപ്രായങ്ങളിടയിൽ ധാരാളം മാനുഷിക ഉപദേശങ്ങൾ കെട്ടിച്ചേർക്കപ്പെടുകയും മതപരമായ ചില കാര്യങ്ങൾ അതിനകത്ത് നിലനിർത്തുകയും ചെയ്തുകൊണ്ട് മതത്തിൻ്റെ ഒരു പരിവേഷത്തിനുള്ളിൽ മത അധികാര സ്ഥാനീയരായ ആളുകൾ കൽപ്പിച്ചു കൊടുക്കുന്ന പാപപരിഹാര ക്രിയകളും സംവിധാനങ്ങളിലൂടെ മനുഷ്യനെ മതത്തിൻ്റെ അടിമയാക്കി വിൽപ്പന ചരക്കാക്കുന്ന സംവിധാനമാണ് മതങ്ങൾ മുന്നോട്ട് വയ്ക്കുന്ന ആത്മീയത എന്ന് നമുക്കറിയാം. എന്നാൽ ഒരുവൻ ക്രിസ്തുവിൽ ആകുമ്പോൾ മതത്തിൻ്റെ കെട്ടുപാടുകളെ പൊട്ടിച്ചെറിയുകയും ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെയും ദൈവാത്മനിവേശിതമായ എല്ലാ വചനങ്ങളെയും അവൻ വിശ്വസിക്കുകയും ആ വചനപ്രകാരമുള്ള വീണ്ടെടുപ്പും രക്ഷയും പ്രാപിക്കുകയും ആ വചനത്തിൻ്റെ ഉൽപ്പന്നമായ ആ വചനത്തിൻ്റെ നിന്നും നമുക്ക് ലഭിക്കുന്ന പ്രത്യാശയുടെ അളവിനൊത്തവണ്ണം ദൈവവചനത്തിൽ നമുക്ക് ലഭിച്ച പാപക്ഷമയുടെയും നിത്യജീവൻ്റെയും ഫലം പുറപ്പെടുപ്പിക്കൊണ്ട് ക്രിസ്തുവിൻ്റെ മനോഭാവം ഉള്ള വ്യക്തികളായി നാം തീരുകയും ചെയ്യുമ്പോൾ മാത്രമാണ് നമുക്ക് പാപക്ഷമയെ സംബന്ധിച്ച് അല്ലെങ്കിൽ നമുക്ക് ലഭിച്ച നീതീകരണത്തെ സംബന്ധിച്ച് നമുക്ക് ഒരു ഉറപ്പുള്ളത്. ലോകത്തിലെ ഒരു മത സംവിധാനങ്ങൾക്കും ഇത് നൽകാൻ കഴിയാത്തതുകൊണ്ട് അടിക്കടി ആണ്ടോടാണ്ട് പരിഹാരക്രമങ്ങളും തീർത്ഥാടന യാത്രകളും പലതരത്തിലുള്ള കുന്നിൻമലകളിൽ കയറുകയും പല സ്ഥലത്ത് ശരണം വിളിയിലൂടെ പോവുകയും ശാരീരിക ദണ്ഡനങ്ങളെ അർപ്പിക്കുകയും ഒക്കെ ചെയ്യേണ്ടി വരുന്നത്. എന്നാൽ ക്രിസ്ത്യാനിറ്റിയിലേക്ക് വരുമ്പോൾ നമുക്കറിയാം, ഇത് ഒന്നും നമ്മുടെ കർമാനുഷ്ഠാനങ്ങളോ നമ്മുടെ സഹനമോ നമ്മുടെ തീർത്ഥാടനങ്ങളോ നമ്മുടെ ദാനധർമ്മങ്ങളോ ഒന്നും തന്നെ ക്രിസ്തു ചെയ്ത ഒരു പൂർത്തിയാക്കപ്പെട്ട ആ ക്രിയയിൽ പൂർത്തിയാക്കപ്പെട്ട രക്ഷാ പദ്ധതിയിൽ നമ്മുടേതായ യാതൊരുവിധ സഹനത്തിനും യാതൊരു സ്ഥാനവും അവിടെ ഇല്ലെന്നും നാം അത് അംഗീകരിച്ച് അതിന് വിധേയമാകുക മാത്രം ചെയ്യേണ്ടതുള്ളെന്നും അങ്ങനെ നമുക്ക് സൗജന്യമായി ലഭിച്ച പാപക്ഷമയും നീതീകരണവും നമുക്ക് നൽകുന്ന ആ രക്ഷയിൽ നിന്നും ഉളവാകുന്ന സൽപ്രവൃത്തികൾ നാം പുറപ്പെടുവിച്ചുകൊണ്ടാണ് നാം രക്ഷിക്കപ്പെട്ടിരിക്കുന്നു, നാം ക്രിസ്തുവിൻ്റെ മനോഭാവമുള്ളവരായിരിക്കുന്നു എന്നുള്ളത് നമുക്ക് വെളിപ്പെടുത്തുവാൻ കഴിയുന്ന ഒരു സത്യം. അതിനെ സംബന്ധിച്ച് വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ എഫേസ്യ ലേഖനം 2-ാം അധ്യായം അതിൻ്റെ 10-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ നാം വായിക്കുന്നു. അതിൽ ഇങ്ങനെ നാം അവൻ്റെ കൈപ്പണിയായി സൽപ്രവർത്തികൾക്കായിട്ട് ക്രിസ്തുയേശുവിൽ സൃഷ്ടിക്കപ്പെട്ടവരാകുന്നു. ഇത് നമ്മുടെ ആദ്യത്തെ സൃഷ്ടിയെക്കുറിച്ചല്ല. ഇത് നമ്മുടെ നാം അമ്മയുടെ ഉദരത്തിൽ നിന്ന് ജനിച്ചു വന്ന ആ പഴയ മനുഷ്യനെക്കുറിച്ചല്ല. നമ്മുടെ ഒരു പുതിയ സൃഷ്ടിയുണ്ടല്ലോ, അതായത് ക്രിസ്തുവിൽ നാം ജനിച്ചപ്പോൾ, വീണ്ടും ജനിച്ചപ്പോൾ, പുതിയൊരു ജനനം നമ്മൾ വെള്ളത്താലും ആത്മാവിനാലും ജനിച്ചപ്പോൾ നാം ക്രിസ്തുവിൽ പുതിയൊരു സൃഷ്ടിയായി തീർന്നു. ആ സൃഷ്ടി എന്തിനു വേണ്ടിയായിരിക്കുന്നു എന്ന് നാം
അറിയാതെ പോകരുത്. ഇന്ന് അനേകർ തെറ്റിദ്ധരിച്ചു വച്ചിരിക്കുന്നത് ക്രിസ്തു നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി മരിച്ചു, ഞാൻ അത് വിശ്വസിക്കുകയും ഞാൻ സ്നാനപ്പെടുകയും ചെയ്തതുകൊണ്ട് എനിക്ക് പുത്രത്വം ലഭിച്ചു എന്നുള്ളതാണ്. നമുക്ക് ക്രിസ്തുവിൽ പുത്രത്വം ലഭിച്ചുവെങ്കിൽ ക്രിസ്തുവിൻ്റെ സ്വഭാവത്തിൻ്റെ പ്രത്യേകതകൾ നമ്മുടെ ശരീരത്തിൽ നാം വഹിക്കേണ്ടതുണ്ട്, നമ്മുടെ മനോഭാവത്തിൽ നാം ചുമക്കേണ്ടതുണ്ട്, നമ്മുടെ പെരുമാറ്റത്തിൽ പ്രദർശിപ്പിക്കേണ്ടതുണ്ട്. നമ്മുടെ ജീവിതത്തിലെ അനുദിന വ്യാപാരങ്ങളിൽ, അനുദിന ഇടപാടുകളിൽ നാമുമായി ബന്ധപ്പെടുന്ന ആളുകൾക്ക് വായിച്ചെടുക്കാൻ അല്ലെങ്കിൽ അനുഭവിച്ചറിയാൻ കഴിയണം നാം ക്രിസ്തുവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന വ്യക്തിയാണ്, നാം ക്രിസ്തുവുമായി കണക്ടിവിറ്റിയുള്ള വ്യക്തിയാണ്. ക്രിസ്തുവിൻ്റെ സ്വഭാവ സവിശേഷതകൾ ഈ മനുഷ്യനിൽ കുടികൊള്ളുന്നുണ്ട്. അത് പ്രസരിക്കുന്നത് അനുഭവിക്കുവാനും കാണുവാനും മറ്റുള്ളവർക്ക് കഴിയുമ്പോൾ മാത്രമാണ് ഒരുവൻ പുത്രത്വത്തിൻ്റെ സ്വാഭാവിക അവസ്ഥയിലേക്ക് മടങ്ങി വന്നിരിക്കുന്നു എന്നുള്ള കാര്യത്തെ മനസ്സിലാക്കാൻ കഴിയുകയുള്ളൂ. അതുകൊണ്ടാണ് പൗലോസ് പറഞ്ഞത്, നാം അവൻ്റെ കൈപ്പണിയായി, നാം ക്രിസ്തുവിൻ്റെ കാൽവരി ബലിയുടെ ഒരു ഉൽപ്പന്നമായി നാം സൽപ്രവർത്തികൾക്കായിട്ട് സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു. ക്രിസ്തു ഈ ഭൂമിയിൽ ഇരുന്നപ്പോൾ നമുക്ക് വേണ്ടി ചെയ്ത കാര്യങ്ങളെ ക്രിസ്തു നമ്മിലിരുന്നു കൊണ്ട് ചെയ്യുമ്പോഴാണ് ഈ പറയപ്പെട്ടിരിക്കുന്ന തിരുവെഴുത്തുകൾ പ്രകാരമുള്ള ഒരു പ്രവൃത്തി, ഒരു ജീവിതം അല്ലെങ്കിൽ ഒരു കാഴ്ചപ്പാട് നമ്മിൽ ഉണ്ട് എന്ന് മറ്റുള്ളവർ അറിയുകയും അങ്ങനെ മറ്റുള്ളവർ അത് മനസ്സിലാക്കുന്നു എന്നറിഞ്ഞുകൊണ്ട് നാം എത്രമാത്രം ക്രിസ്തുവിൽ തീർന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ള ശരിയായ ഒരു കാഴ്ചപ്പാടിലേക്ക് നാം നമ്മുടെ പ്രവർത്തനങ്ങളുടെ ഫലം നമ്മുടെ കൺമുമ്പാകെ കാണുമ്പോൾ, നമ്മളുടെ ഇടപാടുകളിൽ നാം കാണുമ്പോൾ, നമ്മുടെ പ്രവൃത്തി അനേകരുടെ ജീവിതത്തിൽ ജീവനായി പരിണമിക്കുന്നു എന്ന് അറിയുമ്പോഴാണ് നാം ക്രിസ്തുവിൽ സൽപ്രവർത്തികൾക്കായിട്ട് സൃഷ്ടിക്കപ്പെട്ടവരായിരിക്കുന്നു, നാം അങ്ങനെ ആയിക്കൊണ്ടിരിക്കുന്നു അല്ലെങ്കിൽ ആ പ്രോസസ്സിലായിരിക്കുന്നു എന്ന് നമുക്ക് ഉറപ്പിച്ചുകൊണ്ട് അത് മനസ്സിലാക്കാൻ കഴിയുള്ളൂ. കാരണം അതിനെ സംബന്ധിച്ച് ഇവിടെ പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്, നാം ചെയ്തു പോരേണ്ടതിന് ദൈവം അത് മുന്നൊരുക്കിയിരിക്കുന്നു. അപ്പോൾ ക്രിസ്തു ഈ ഭൂമിയിൽ ലിറ്ററലായിട്ട് ഇല്ലാത്തത് കൊണ്ട്, ക്രിസ്തു നമ്മിലിരുന്നു കൊണ്ട് നാം ക്രിസ്തുവിൻ്റെ ഭാഗമായിട്ട് അല്ലെങ്കിൽ ക്രിസ്തുവിൻ്റെ പ്രവർത്തികളെ ചെയ്യുവാൻ ക്രിസ്തുവിൽ ഒട്ടിക്കപ്പെട്ട ആ മുന്തിരിയിൽ ഒട്ടിക്കപ്പെട്ട കൊമ്പുകളായി ഫലം കായ്ച്ചുകൊണ്ട് നാം അത് ചെയ്യേണ്ടതിന് വേണ്ടി ക്രിസ്തു അത് മുന്നമേ ഒരുക്കി നമുക്ക് നൽകി. അതുകൊണ്ട് നാം ഒരു ക്രിസ്ത്യാനി എന്നുള്ള നിലയിൽ എന്തെങ്കിലും കാര്യങ്ങൾ നന്മയായിട്ടുള്ളത് മറ്റുള്ളവർക്ക് നമ്മിൽ കാണാനോ അനുഭവിക്കുവാനോ കഴിയുന്നുവെങ്കിൽ ഒരിക്കലും വിചാരിച്ചു പോകരുത്, ഇത് ഞാനാണ് ഈ നന്മ ചെയ്യുന്നത്, എൻ്റെ നന്മയാണ് അവർ സ്വീകരിക്കുന്നത് എന്ന് എപ്പോഴെങ്കിലും നിനക്ക് തോന്നുന്നുണ്ടെങ്കിൽ സഹോദര സഹോദരി, നിനക്ക് തെറ്റിപ്പോയി. കാരണം അങ്ങനെ ഒരു മനോഭാവം നിന്നിൽ വന്നുവെങ്കിൽ ക്രിസ്തു നിന്നിൽ ജീവിക്കുന്നില്ല എന്ന് നീ മനസ്സിലാക്കണം. എന്നാൽ നാൾതോറും നിൻ്റെ കതിര് പോലെ, നമുക്കറിയാം കതിര് പൂവായി വരുന്ന സമയത്ത് അത് തല ഉയർത്തി നിൽക്കും. എന്നാൽ അതിൽ പാൽ നിറയുകയും ആ പാൽ ഉറയുകയും അത് കതിർമണിയായി രൂപപ്പെട്ടു വരികയും ചെയ്യുമ്പോൾ നമുക്കറിയാം അത് തല കുമ്പിട്ട് നിൽക്കും. എന്നാൽ അതിനുള്ളിൽ കാമ്പില്ലാത്ത കതിരാണെങ്കിൽ അതിനെ പതിരെന്ന് വിളിക്കും, അതൊരിക്കലും തല കുമ്പിട്ട് നിൽക്കുകയില്ല. കാഴ്ചയിൽ ഇത് രണ്ടും ഒരുപോലെ തോന്നുമെങ്കിലും ശരിയായ നെൽക്കതിര് അല്ലെങ്കിൽ ശരിയായ ഗോതമ്പ് കതിര്, അതിനകത്ത് ധാന്യമുണ്ടെങ്കിൽ, അതിനകത്ത് മനുഷ്യന് ജീവൻ നൽകുവാനുള്ള ധാന്യം അടങ്ങിയിട്ടുണ്ടെങ്കിൽ അത് അതിനകത്ത് പാകമാകും തോറും അത് താനെ കുനിഞ്ഞു വരും. പ്രൈസ് ദി ലോർഡ്. അത് ദൈവത്തിൻ്റെ പ്രവൃത്തിയുടെ വെളിപ്പാടായി അത് മനുഷ്യർക്ക് ദൃശ്യമാകുന്നത് പോലെ നമ്മുടെ പ്രവൃത്തിയും എത്രമാത്രം നാം ക്രിസ്തുവിൽ തികഞ്ഞു വരുന്നുവോ, ക്രിസ്തുവിൻ്റെ ഫലം നമ്മളിൽ നിറഞ്ഞു വരുവോളം നാം എളിമയും താഴ്മയുള്ളവരായി തീർന്നുകൊണ്ട് നാം പുത്രത്വത്തിൻ്റെ അവകാശികളും പുത്രത്വം വാസ്തവമായും ലഭിച്ചു കഴിഞ്ഞിരിക്കുന്നവർ എന്നുള്ളതിൻ്റെ അടയാളങ്ങളെയും പുറപ്പെടുവിച്ചുകൊണ്ടേയിരിക്കും. ഇത്തരത്തിൽ നാം അടയാളങ്ങൾ പുറപ്പെടുവിക്കുന്നില്ല എങ്കിൽ ഒരിക്കലും നമുക്ക് പുത്രത്വം ഉണ്ടെന്ന് നാം കേവലം വാക്കുകൾ കൊണ്ട് അവകാശപ്പെടാം എന്നല്ലാതെ ഒരിക്കലും ആ പുത്രത്വത്തെ നമുക്ക് ഉള്ളതായി ഒരിക്കലും വ്യക്തിപരമായ നിലയിലോ അല്ലെങ്കിൽ നമ്മളോട് അടുത്ത് നിൽക്കുന്നവർക്കോ ശരിയായ തരത്തിൽ ഫീൽ ചെയ്യുവാനോ അനുഭവിച്ചറിയാനോ കഴിയാതെ വരും എന്നുള്ള കാര്യവും നമ്മൾ മറന്നു പോകരുത്. ദൈവത്തിൻ്റെ വചനത്തിൽ യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം അതിൻ്റെ 12-ാമത്തെ വാക്യത്തിൽ പറയുന്നു, അവനെ കൈക്കൊണ്ട്, എന്ന് വെച്ചാൽ യേശു ക്രിസ്തുവിനെ കൈക്കൊള്ളണം. ആരായിട്ട് കൈക്കൊള്ളണം?
നമ്മുടെ പിതാവായിട്ട് കൈക്കൊള്ളണം. അവൻ നമ്മളെ പാപപരിഹാരകനായി നമ്മുടെ സൃഷ്ടികർത്താവായ ദൈവം വെളിപ്പെട്ട് വന്നിരിക്കുന്നുവെന്ന് അവനെ വിശ്വസിക്കുക മാത്രം പോരാ, അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുകയും വേണം. ആ നാമം നമ്മുടെ പാപപരിഹാരാർത്ഥം ദൈവം ജഡത്തിൽ വന്നപ്പോൾ സ്വീകരിച്ച നാമമാണ്. അപ്പോൾ യേശുക്രിസ്തുവിനെ ദൈവമായി കൈക്കൊള്ളണം. അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുകയും നാം ചെയ്താൽ നാം ദൈവമക്കളായി തീരുവാൻ ദൈവം നമുക്ക് അധികാരം നൽകിയിരിക്കുന്നു. ഇത്തരത്തിൽ യേശുക്രിസ്തു എന്ന ഏകസത്യ ദൈവത്തെ വിശ്വസിക്കുവാൻ മാത്രമല്ല, ആ യേശുക്രിസ്തുവിനെ ഏകസത്യ ദൈവമായി ഹൃദയത്തിൽ സ്വീകരിക്കുകയും നമ്മുടെ രക്ഷയ്ക്കായി അവൻ സ്വീകരിച്ച യേശുക്രിസ്തു എന്ന നാമത്തിൽ നാം വിശ്വസിക്കുകയും ആ നാമം നമ്മുടെ ജീവിതത്തിലേക്ക് നാം ഏറ്റെടുക്കുകയും ആ നാമത്തിൽ നാം അഭിമാനിക്കുന്നവരുമായി തീരുകയും ചെയ്യുമ്പോൾ, ആ നാമത്തിൽ കാൽവരി മലയിൽ ദൈവം നമ്മുടെ രക്ഷയ്ക്കായി സ്ഥാപിച്ച ഏക പാപപരിഹാര ബലി നിമിത്തം ചിന്തപ്പെട്ട രക്തത്തിൽ വിശ്വസിക്കുകയും ആ രക്തത്തെ നമ്മുടെ മേൽ അപ്ലൈ ചെയ്യുക വഴി നാം അബ്ബ എന്ന് യാതൊരു സംശയവും കൂടാതെ, യാതൊരു ഒരു തേങ്ങലും കൂടാതെ, ഒരു പരിപൂർണമായ അർത്ഥത്തിൽ പൂർണ്ണമായ ധൈര്യത്തോടെ വിളിക്കുക മാത്രമല്ല, അങ്ങനെ നാം ആയിരിക്കുക വഴി നമുക്ക് ലഭിക്കുന്ന പിതാവിൽ നിന്ന് നമുക്ക് നേരിട്ട് ലഭിക്കുന്ന സമാധാനം, സന്തോഷം, പ്രത്യാശ, ഇത് നമ്മുടെ ജീവിതത്തിൽ ആസ്വദിക്കുവാനും നാം അത് ആസ്വദിക്കുന്നുവെന്ന് നമ്മെ കാണുന്നവർ അറിഞ്ഞ് ദൈവത്തെ മഹത്വപ്പെടുത്തുകയും ചെയ്യുവാൻ ഇടയാകുമ്പോൾ നിശ്ചയമായി നമുക്ക് ഉറപ്പിക്കാം, പുത്രത്വം നമുക്ക് തിരികെ ലഭിച്ചിരിക്കുന്നു. ഈ പുത്രത്വത്തിൻ്റെ ഉടമസ്ഥതയിലേക്ക്, ഈ പുത്രത്വത്തിൻ്റെ അവകാശത്തിലേക്ക് എല്ലാവരും വരണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. എന്നാൽ ഇന്ന് സ്ഥാപനവൽക്കരിക്കപ്പെട്ടിരിക്കുന്ന പെന്തക്കോസ്ത് സഭകൾ വരെയും ഉള്ള നാനാജാതി മത സംവിധാനങ്ങൾ മനുഷ്യനെ ഈ ബൈബിൾ യഥാർത്ഥമായി നൽകുന്ന സൗജന്യ രക്ഷയിൽ നിന്നും വ്യക്തി കേന്ദ്രീകൃതമായ പ്രസ്ഥാനങ്ങളിലേക്ക്, വ്യക്തികളിൽ നിന്ന് പ്രാപിക്കുന്ന നന്മകളിലേക്ക് ചുരുക്കിക്കൊണ്ടുപോകുന്നത് ഇന്ന് ഈ ദിവസങ്ങളിൽ നമുക്ക് സോഷ്യൽ മീഡിയയിൽ ധാരാളമായിട്ട് കാണാൻ സാധിക്കും. ഞാൻ അതിനെക്കുറിച്ച് ഒരു പോസ്റ്റ്മോർട്ടത്തിന് തയ്യാറാകുന്നില്ല. ഇതെല്ലാം കാണുകയും കേൾക്കുകയും ചെയ്യുന്ന നിങ്ങൾക്ക് തിരുവെഴുത്തുകളെ പരിശോധിക്കുന്നുണ്ടെങ്കിൽ ഇത് എത്രമാത്രം വസ്തുതാപരമാണ് എന്നുള്ളത് നിങ്ങൾക്ക് സ്വയം അന്വേഷിച്ച് കണ്ടെത്തുവാൻ കഴിയും. അതുകൊണ്ട് ഇന്ന് രാത്രിയിൽ ഈ മീറ്റിങ്ങിൽ എനിക്ക് നിങ്ങളെക്കുറിച്ച് ഓർമ്മിപ്പിക്കുവാനുള്ളത്, നാം എല്ലാവരും ക്രിസ്തുവിൽ ദൈവം സ്ഥാപിച്ചു നൽകുന്ന പുത്രത്വത്തിലേക്ക് മടങ്ങിപ്പോവുക എന്നുള്ള ദൈവിക പദ്ധതിയെ നാം തിരുവെഴുത്തുകൾ പ്രകാരം അറിയുകയും അങ്ങനെ നമുക്ക് വേണ്ടി പാവപരിഹാരമായി തീർന്ന നമ്മുടെ സൃഷ്ടികർത്താവും ദൈവവും പിതാവുമായവൻ നമുക്ക് പാവപരിഹാരം കഴിയാതെ വന്നപ്പോൾ നമ്മുടെ പാപങ്ങൾ വഹിച്ചുകൊണ്ട് കാൽവരി മലയിൽ കയറി സ്ഥാപിച്ചു തന്ന ആ രക്ഷയ്ക്കായി സ്ഥാപിക്കപ്പെട്ട കാൽവരി ബലിയിൽ ചിന്തപ്പെട്ട രക്തത്തിൽ സ്ഥാപിച്ചെന്ന പുത്രത്വത്തിൻ്റെ അവകാശങ്ങളും പ്രാപിച്ച് മുന്നോട്ട് പോകുവാൻ ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ചെയ്യുമാറാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവ് നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. സമയം വേർതിരിച്ചു തരണം കർത്താവിൻ്റെ ദാസന്മാർക്ക് നന്ദി അറിയിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. കർത്താവായ യേശുവ ഹമഷിയ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ.